ഞാൻ ഇറങ്ങാം എഡ്വിൻ. അവൻ ദേവനെ ഒന്ന് നോക്കി, ആർദ്രയെയും. ഒന്ന് നിശ്വസിച്ചു. നാളെ വരാം. നിങ്ങൾ നേരെ അമ്പലത്തിലെത്തിയാൽ മതി. ഞാൻ അങ്ങോട്ട് വന്നാൽ പോരെ? അവൻ ആർദ്രയെ ഒന്ന് നോക്കി. മതിയടോ. എന്നാ ശരി, ഇറങ്ങാം. മഴപ്പെണ്ണേ. അച്ഛ. അവൾ ഓടി വന്നു. അച്ഛൻ പോയിട്ട് നാളെ വരാം. നല്ല കുട്ടിയായി കുളിച്ച് റെഡിയായി ഇരിക്കണം നാളെ. എങ്ങോട്ട് പോവാനാ? അമ്പലത്തിൽ. ഞാനും അപ്പും. എന്നാ അച്ഛ പോട്ടെ. ഉമ്മ. പോകും വഴി ആർദ്രയുടെ കൈ ഒരല്പം മുറുകെ തന്നെ പിടിച്ചുകൊണ്ട് പോയി അവൻ. വിട്, വിട്ടേ എന്നെ. കളിക്കാതെ വാടി ഇങ്ങോട്ട്, ഒരു കാര്യം പറയാനുണ്ട്. അവൾ തിരിഞ്ഞ് എഡ്വിനെ നോക്കി. ചെല്ല് എന്ന് കണ്ണ് കാണിച്ചു. ഇതെന്താ ഈ മുഖം വീർപ്പിച്ചു വെച്ചേക്കുന്നേ? അവൾ മിണ്ടിയില്ല. നാളെ നമ്മുടെ കല്യാണമാണ് മോളെ. ഇങ്ങനെ മുഖം വീർപ്പിച്ചാണോ വരുന്നേ? എന്തായി മിണ്ടാതെ നിൽക്കുന്നേ? ദേഷ്യപ്പെട്ടിട്ടാ? സോറി സോറി. ഇതാണ് എൻ്റെ ലാസ്റ്റ് സോറി. അതെന്താ? ഇനി എത്ര സോറി പറയാൻ കിടക്കുന്നു. പക്ഷേ ഈ കഴുത്തിൽ ഒരു താലി കെട്ടും വരെ ഈ സോറിയൊക്കെയുള്ളൂ. എൻ്റെ പെണ്ണ് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. എന്നെ അറിഞ്ഞ് സ്നേഹിക്കണം. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാടി പെണ്ണെ? അവൻ അവളെ തന്നെ നോക്കി നിന്നു. എൻ്റെ എല്ലാ സ്വഭാവവും അറിയില്ലേ നിനക്ക്? എന്നിട്ടാണോ ഇങ്ങനെ? എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് പറയുന്ന ആൾ ഇങ്ങനെ പിണങ്ങി നിന്നാ എങ്ങനെയാ? തനിച്ചായി പോയി എന്ന് തോന്നും എനിക്ക്. ജയ്, ഞാൻ അങ്ങനെയൊന്നും. സാരില്ല, പോട്ടെ. നാളെ റെഡിയായിട്ട് നിൽക്ക്. എൻ്റേത് മാത്രമാകാൻ കേട്ടോ. ഇപ്പോൾ പിണക്കം മാറിയോ? അവൾ അവനെ നോക്കി നിന്നു. ആ കഴുത്തിലേക്ക് ഒന്ന് ചുണ്ടുകൾ അമർത്തിയവൻ. നാളെ വരെ ഓർമ്മിക്കാൻ. പോട്ടെ. അവനെ ഏൽപ്പിച്ച പ്രണയമുദ്രയിൽ ചുവന്നു പോയ മുഖത്തോടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ യാത്ര പറഞ്ഞു. പിറ്റേന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആർദ്ര ഞെട്ടിപ്പോയിരുന്നു. റൂമിൽ ദീപ്തി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണ് കല്യാണപ്പെണ്ണെ, ഞങ്ങളെയൊക്കെ മറന്നുപോയോ? ഭദ്രാൻറ്റി. അവൾ ഓടിച്ചെന്ന് അവളുടെ തോളിൽ ചാഞ്ഞു. എൻ്റെ മോളെ, എത്ര നാളായിടാ കണ്ടിട്ട്. സാറെവിടെ? അങ്കിള് വന്നിട്ടുണ്ടോ? താഴെയുണ്ട്. അതെ. ദീപ്തി വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ആ താലിയും സിന്ദൂരവും കാണുന്നത്. വിവാഹം കഴിഞ്ഞോ? 2 വർഷമായി. ആള് വന്നിട്ടുണ്ടോ? ഇല്ല. ആൾക്കറിയില്ലല്ലോ ഇങ്ങനെയൊരു റിലേഷൻ. പതിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവൾ തലയാട്ടി. നീ വന്നേ ഇങ്ങോട്ട്. വേഗം ഒരുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞങ്ങളെ വിട്ടേക്കുന്നേ. അതെന്തേ? ഞങ്ങളെ ചെറുക്കൻ്റെ ആൾക്കാരാണ്. അതൊന്നും പറ്റില്ല. അതേ പറ്റൂ മോളെ. അമ്മ കാലു മാറിയാലും ഞാൻ ദേവേട്ടൻ്റെ കൂടെയാണ്. ഷോ, ഈ പെണ്ണ്. അവർ ചിരിയോടെ തന്നെ അവളെ നോക്കി. മഹാദേവൻ്റെ നടയിൽ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോൾ എഡ്വിൻ മറ്റൊരു വിവാഹത്തിലായിരുന്നു. അന്ന് അവളുടെ സ്ഥാനത്ത് അപർണയായിരുന്നു, ദേവൻ്റെ സ്ഥാനത്ത് താനും. എത്ര നല്ല ദിവസങ്ങൾ. സ്നേഹിച്ചും കൊതിപ്പിച്ചും മതി വരാതെ. അവളോടൊപ്പം ചിലവിട്ട കാശ്മീരിലെ ഹോട്ടൽ റൂം ഓർമ്മ വന്നപ്പോൾ വികാര തള്ളിച്ചയോടെ കാറിൽ കയറിയിരുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ അവൻ ഓർത്തെടുത്തു. അവന് ആ നിമിഷം അവളെ വേണമെന്ന് തോന്നി. അവളില്ലാതെ പറ്റില്ല എന്ന് തോന്നിപ്പോയി. എന്നാൽ അങ്ങനെയൊരുവൾ ഇനിയില്ല എന്ന ഓർമ്മയിൽ അവൻ വിറച്ചു, വേദനിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏട്ടാ. ഡോറിൽ തട്ടുന്നത് കണ്ട് മുഖം അമർത്തി തുടച്ച് അവൻ ഡോർ തുറന്നിറങ്ങി. എന്നിട്ടും ആ കലങ്ങിയ കണ്ണുകൾ അവൾ കണ്ടുപിടിച്ചിരുന്നു. എന്തേ ഏട്ടാ? ഒന്നുമില്ലടാ. താലി കെട്ടുന്ന നേരത്ത് പെട്ടെന്ന് അപർണയെ ഓർമ്മ വന്നപ്പോൾ. ഏട്ടാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ഏട്ടാ, ഇത് കണ്ടോ? ഞാനിതുവരെ ജയ്ക്ക് പിടികൊടുക്കാതെ നടന്നത് ഈ കണ്ണീർ കാണാതെ ഇരിക്കാനാണ്. എനിക്ക് പെട്ടെന്ന് അവളെ ഓർമ്മ വന്നപ്പോൾ സങ്കടം വന്നു, അത്രയുള്ളൂ. അതിനുവേണ്ടി ഇനിയും നിന്റെ ജീവിതം നീട്ടിവെച്ചാൽ അതിലും വലിയ പാപം വേറെ ഉണ്ടാകില്ല എനിക്ക്. അതും കൂടെ വേണോ? അനുഭവിച്ചതൊക്കെ പോരേടാ. അവൾ മറുപടി നൽകാതെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അതിലുണ്ടായിരുന്നു എല്ലാ മറുപടിയും. ദേവാ, നേരെ വീട്ടിലേക്കല്ലേ? എന്തേലും പ്രശ്നം ഉണ്ടാവുമോ? ഞാനില്ലേ, പിന്നെന്താ എഡ്വിൻ? എന്നാലും അഥവാ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ താനുണ്ടാവില്ലേ? ദീപ് ഉണ്ടാകില്ലേ? നിങ്ങളൊക്കെ ഉണ്ടാകില്ലേ? പിന്നെന്താ? എന്നാ ഇറങ്ങിക്കോ. സമയത്ത് വീട്ടിൽ കയറണം. താലപ്പൊലി എടുക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല, അതോർത്ത് കരയരുത്. അവൾ എഡ്വിൻ്റെ കാലുകൾ തൊട്ടു. പിന്നെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും. ശാരദയുടെ കാലിൽ തൊടുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. നന്നായി വരട്ടെ മോളെ. മഴപ്പെണ്ണിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഏട്ടൻ. ഞാനില്ലേ. അപ്പൂസേ, പോയിട്ട് വരാട്ടോ. എന്നാ ഇനി വരാം.
ഒരാഴ്ച അതിനുള്ളിൽ വരാം. അവൻ്റെ മുഖം വാടിയെങ്കിലും ചിരിയോടെ തലയാട്ടി. അവരുടെ കാർ അകന്നു പോയപ്പോൾ അപ്പു എഡ്വിൻ്റെ തോളിൽ തല ചായ്ച്ചു. അതുപോലെ എന്നാ എൻ്റെ അമ്മ വരാ അപ്പാ? എഡ്വിൻ ഒന്ന് ഞെട്ടി. അവൻ നോക്കുമ്പോൾ ആ ചോദ്യത്തിൽ പകച്ച് മറ്റുള്ളവരിയ്ക്കുന്നത് കണ്ടു. വരും വരും കേട്ടോ. പപ്പയോടുള്ള പിണക്കമൊക്കെ തീർത്ത് വരും. ഒന്ന് മൂളിയിട്ട് അതുപോലെ തന്നെ പതുങ്ങിക്കിടന്നു. വണ്ടി നിർത്തിയിട്ട് ബാലചന്ദ്രൻ അവരെ നോക്കി. വൈകി ഇറങ്ങുന്നില്ലേ? ഇതാരുടെ വീടാണ് സാർ? എൻ്റെ മരുമകൻ്റെ വീട്. എന്ന് വെച്ചാൽ ദേവൻ്റെ വീട് അല്ലേ? ഞാൻ ഒപ്പം വന്നാൽ പ്രശ്നമുണ്ടോ? തനിക്ക് പ്രശ്നമുണ്ടോ? അവർ ഇല്ലെന്ന് കാണിച്ചു. എന്നാ ഇറങ്ങ്. ആരെന്ന് പരിചയപ്പെടുത്തും? എങ്ങനെ പരിചയപ്പെടുത്തണം? എനിക്കറിയില്ല. അയാൾ ചിരിയോടെ കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിന്നു. അച്ഛാ! പാർവതി ഒരു ചിരിയോടെ അയാൾക്കരികിലേക്ക് നീങ്ങി. വാ അച്ഛാ. പിന്നെ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി. ഇതാരാ അച്ഛാ? ഇതാണ് എൻ്റെ മാനേജർ. അതല്ല അയാൾ പറയാൻ വന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അകത്തേക്ക് വാടോ. പിന്നിൽ ശിവശങ്കറിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലായത്. താൻ വന്നോ? താൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ശങ്കർ? ദേവൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു പാർവതിക്ക്. നേരോ? അയാൾ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. എല്ലാം അറിഞ്ഞിട്ടും ആ എക്സ്പ്രഷൻ കണ്ട് വൈകിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്താ മോളെ ഈ കേൾക്കുന്നേ? സത്യമാണ് അച്ഛാ, ഏട്ടന് എൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ എന്ന്. അതിന് മാത്രം എന്തുണ്ടായി? അപ്പോൾ നിങ്ങളുടെ കുഞ്ഞോ? എനിക്കറിയില്ല അച്ഛാ. അപ്പോഴേക്കും അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. വത്സല വേഗം അവൾക്കരികിൽ വന്നു. മോളെ, സതി പോയിട്ടും മറ്റൊരു ബന്ധം തേടാതെ ഇരുന്നത് പോലും എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എന്നിട്ടെന്താ ഏടത്തെ ഇങ്ങനെ ദേവൻ? അവർ നിസ്സഹായതയോടെ അയാളെ നോക്കി. വാ മോളെ. അവളുടെ കൈ പിടിച്ച് മുകളിലേക്ക് നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ വരാം വൈക. ശരി സാർ. അവളുടെ മുറിയിൽ എത്തിയപാടെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്താടി ഇത്? എനിക്കറിയില്ല അച്ഛാ. അവൻ ഡിവോഴ്സ് തരാൻ മാത്രം എന്താ ഉണ്ടായേ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആർദ്ര അവൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞതാ എന്നോട് ഡിവോഴ്സ് വേണമെന്ന്. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചില്ല. പക്ഷേ അച്ഛാ, ആദി ദേവേട്ടൻ്റെ മകനല്ല എന്ന് കാണിക്കാനുള്ള തെളിവ് ഏട്ടൻ്റെ കയ്യിലുണ്ട്. എന്ത് തെളിവ്? അത് DNA റിസൾട്ട്. അയാളൊന്ന് ഞെട്ടി. നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ അവൻ്റെ കുഞ്ഞല്ല എന്ന്. ഇല്ല അച്ഛാ, അത് മതി, ബാക്കി ഞാൻ നോക്കാം. ശങ്കർ എന്താ പറഞ്ഞേ? എന്നെ ഡിവോഴ്സ് ചെയ്താലും അങ്കിളിൻ്റെ സ്വത്തിൻ്റെ പാതി ആദിയുടെ പേരിൽ എഴുതി വയ്ക്കുമെന്നാ പറഞ്ഞേ. അയാളുടെ കണ്ണുകൾ വിടർന്നു. സത്യമാണോ? അങ്ങനെ അച്ഛാ പറഞ്ഞേ. മതി, അത് മതിയടി മോളെ. അയാൾ ചിരിച്ചു. പക്ഷേ അച്ഛാ, അതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല എന്നാ ദേവേട്ടൻ പറഞ്ഞേ. അവളുടെ ഒരു ദേവേട്ടൻ. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. നീ വന്നേ. വാതിൽ തുറന്നിറങ്ങിയ ബാലചന്ദ്രൻ ഒരു നിമിഷം പകച്ചുപോയി. മുന്നിൽ വത്സല. എല്ലാം കേട്ടു എന്ന് വ്യക്തമാണ്. ഏട്ടത്തി, മിണ്ടരുത്. അവർ വിരൽ ചുണ്ടിൽ വെച്ചു. ഇതായിരുന്നു മനസ്സിലിരിപ്പ് അല്ലേ? ഇത്ര നാളും പൊന്നുപോലെ കൊണ്ടു നടന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞല്ല അല്ലേടി? ഏടത്തി, പാറൂനൊരു അബദ്ധം. ഇതാണോ അബദ്ധം? ശിവേട്ടനോട് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിലും അർഹിക്കാത്തവർക്ക് ഒന്നും കൊടുത്ത് ശീലമില്ല എനിക്ക്. അവളെ ഒന്ന് നോക്കിയിട്ട് അവർ തിരിഞ്ഞു നടന്നു. അച്ഛാ! അവൾ ഭയത്തോടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അടുത്ത നിമിഷം അരികിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. അച്ഛാ! കൈകൊണ്ടൊന്ന് തടഞ്ഞു അവളെ. തലയ്ക്ക് പിറകിൽ കൈവച്ചുകൊണ്ട് അവർ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും കാല് തെറ്റി വീണിരുന്നു. ദേവൻ്റെ കൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചിരുന്നു. ഇതാരുടെ വീടാ അച്ഛാ? അച്ഛൻ്റെ വീട്, ഇപ്പോൾ നമ്മുടെയും. അവൻ ആർദ്രയെ നോക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വലങ്കയിൽ അവളുടെ ഇടം കൈ കോർത്തു. പേടിക്കണ്ട, ഞാനില്ലേ. ജയ്, നിനക്ക് ഒന്നുമില്ല. വാ എൻ്റെ കൂടെ. ആരെയും കാണാത്തത് കൊണ്ട് തെല്ലൊരു അതിശയത്തോടെയാണ് അവൻ അകത്തേക്ക് കയറിയത്. ഇവിടെ ആരുമില്ലേ ജയ്? അതാ ഞാനും ആലോചിക്കുന്നേ. തുറന്നിട്ട് വാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവസാന വട്ടം തറ തുടച്ച് എഴുന്നേറ്റ ചെറിയമ്മേ. അവർ തിരിഞ്ഞു നോക്കി. ദേവനെ കണ്ട് തെല്ലൊന്ന് അതിശയിച്ചു. കൂടെ ആർദ്രയെ കണ്ട് ഒന്ന് പതറുകയും ചെയ്തു. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ചെറിയമ്മേ? മോനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് സ്വിച്ച് ഓഫ് ചെയ്ത കാര്യം അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. അവരൊക്കെ എവിടെ? അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണു. നിറയെ ചോരയായിരുന്നു ഇവിടെ. എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അറിയില്ല മോനെ. ആശുപത്രിയിൽ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. ആർദ്രയ്ക്ക് വല്ലായ്മ തോന്നി. താൻ വലതുകാൽ വെച്ച് കയറിയ അന്ന് തന്നെ.
ഇനി തന്നെ കെട്ടിയത് കൊണ്ടാണോ ദൈവമേ? ഇത് ആർദ്രയല്ലേ? അതെ, ചെറിയമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഓർമ്മയുണ്ട്. ഇത് കയ്യിലിരുന്ന കുട്ടിയെ നേർക്ക് അവർ വിരൽ ചൂണ്ടി. എൻ്റെ മോളാണ്. അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഉള്ളതാണോ മോനെ? എന്താ പറഞ്ഞേ? ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതറിഞ്ഞ് പാറുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അതേ ചൊല്ലി കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയ പാർവതിയെ സമാധാനിപ്പിക്കാൻ പോയതാണ് ചേച്ചി. പക്ഷേ അവനൊന്ന് നിശ്വസിച്ചു. ആർദ്രയുമായി പ്രേമമാണെന്ന് പറഞ്ഞായിരുന്നു അംഗം. അതിപ്പോൾ സത്യമായിരുന്നു അല്ലേ മോനെ? അതേ ചെറിയമ്മേ, എനിക്ക് ആർദ്രയെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് പുറത്ത് ഉണ്ടായതാണ് ഈ മഴപ്പെണ്ണ്. അവൾ തെല്ലൊരു കൗതുകത്തോടെ അവരെ നോക്കി. അച്ഛനെയും അമ്മയെയും പറിച്ചു വെച്ച പോലെയുണ്ട്. എന്നിട്ടും അവരുടെ അടുത്തേക്ക് പോകുന്നതിന് അവരുടെ മനസ്സ് അവരെ വിലക്കി. ആർദ്ര ഇരിക്കെ, അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ദേവാ, നീ വന്നോ? ആ, ഏത് ഹോസ്പിറ്റലാണ് അച്ഛാ? ഇവിടെ മിഷൻ ഹോസ്പിറ്റൽ. ഞാൻ ഇപ്പോൾ വരാം അച്ഛാ. അവൻ ഫോൺ കട്ട് ചെയ്തു. ആരു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും കൊടുക്ക്. മുകളിൽ നമ്മുടെ മുറിയിൽ 2 പേരുടെയും വസ്ത്രങ്ങളുണ്ട്. പോയിട്ട് വരാം. ധൈര്യമായിരിക്കടോ. അവൻ പിന്നെ ഒന്ന് നിന്നു. കൂടെ വരുന്നുണ്ടോ നീ? എനിക്ക് പേടിയാണ് ജയ്. വേഷം മാറിയിട്ട് വാ, പോകാം. ഇവിടെ തനിച്ച് നിൽക്കണ്ട. ഇപ്പോൾ വരാം. അവൾ മുകളിലേക്ക് പോയി. വേഗം വന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി. ചെറിയമ്മേ, പോയിട്ട് വരാം. ഈ കുട്ടിയെ കൂട്ടി പോണോ മോനെ? വേണം. അവരെനിക്കൊപ്പം ഉള്ളതാണ് നല്ലത്. അവൻ ഒന്ന് നിശ്വസിച്ചു. ഇപ്പോൾ അവിടെ പോയി ഒരു സംഭാഷണം ഉണ്ടാക്കേണ്ട ദേവ. ഇവരെ തൽക്കാലം കൊണ്ടുപോകേണ്ട. ഞാൻ ഇവിടെയില്ലേ? ഇവിടെ നിർത്തിക്കോ. അവൻ തിരിഞ്ഞ് ആർദ്രയെ നോക്കി. പിന്നെ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്ന് അവരെ സോഫയിൽ പിടിച്ചിരുത്തി. വേറെ ആരും വിശ്വസിക്കേണ്ട. അമ്മയേക്കാൾ എന്നെ നോക്കിയത് അച്ചമ്മയും ചെറിയമ്മയും ഒക്കെയല്ലേ. അച്ചമ്മ ഇപ്പോൾ ഇല്ല. ചെറിയമ്മ കേൾക്കണം. പാർവതി അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പോയി എന്നത് മാത്രമാണ് ഞങ്ങളുടെ ബന്ധം. അവളുമായി ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ആ കുട്ടി ആദി. എനിക്കറിയില്ല. ആരുടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവൾ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അത് എൻ്റേതല്ലാന്ന് അവൾക്കും എനിക്കും അറിയാം. ചെറിയമ്മയെങ്കിലും വിശ്വസിക്കണം പ്ലീസ്. എനിക്ക് വേറെ ആരുമില്ല പറയാൻ. വിശ്വസിച്ച് ഇവരെ ഏൽപ്പിച്ചു പോകാനും ആരുമില്ല. ദേവാ, ചെറിയമ്മയ്ക്ക് സത്യം അറിയാമെന്ന് ഒരു കാരണവശാലും പാർവതി അറിയേണ്ട. അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അതേക്കുറിച്ച്? ഇല്ല. പക്ഷേ ദേവാ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ എങ്ങനെ നടക്കാൻ ഇങ്ങനെ കഴിഞ്ഞു അവൾക്ക്? അതാണ് അവൾ അങ്ങനെയാണ്, പഠിച്ച കള്ളി. ദേവാ, നീ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, ഇനി എനിക്ക് സമാധാനമായി പോകാമല്ലോ. പോകാം ദേവാ. എൻ്റെ ദേവൻ്റെ കുഞ്ഞിനെയും അവളുടെ അമ്മയെയും നോക്കാൻ എനിക്കറിയാം. അവൻ മഴപ്പെണ്ണിന് ഒരു ഉമ്മ കൊടുത്തു. അച്ഛാ, പോയിട്ട് വരാം. കുറുമ്പ് കാണിക്കരുത് കേട്ടോ. പോയിട്ട് വരാം ആരു. അവിടെ പോയി ആരോടും വഴക്കൊന്നും ഉണ്ടാക്കല്ലേ ജയ്. ഇല്ല, പോരെ. അവളുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചിട്ട് അവൻ ഇറങ്ങി. ചെറിയമ്മയോട് സംസാരിക്കാൻ അവൾക്ക് അല്പം സങ്കോചം തോന്നി. ചായ തരട്ടെ മഴക്കുട്ടിക്ക്? ആ. അവർ ചായ ഉണ്ടാക്കാൻ പോയപ്പോൾ അവളും ഒപ്പം നടന്നു. ദാ, അതിൽ ഉപ്പുമാവുണ്ട്. അതെടുത്തോ, മോൾക്ക് കൊടുക്കാം. ചെറിയമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ? കുറച്ചുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ദേവൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു പോയത് അല്ലേ എന്നെ? അവൾ മിണ്ടിയില്ല. ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ ആർദ്ര? അച്ചമ്മയ്ക്കറിയാമായിരുന്നു. അമ്മയ്ക്കോ? എന്നിട്ട് അച്ചമ്മ തന്നെ പറഞ്ഞേ ദേവൻ ഒരിക്കലും ആഗ്രഹിക്കണ്ട എന്ന്. അങ്ങനെ പറഞ്ഞോ? അതൊന്നും അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്കറിയാം ചെറിയമ്മേ. എവിടെയായിരുന്നു ഇത്രയും നാളും? അവിടെ മുംബൈ. ആരുടെ കൂടെ? അവിടെ ജോബ് ഉണ്ടായിരുന്നു, എഡ്വിൻ സാറിൻ്റെ കൂടെ. ഇങ്ങോട്ട് വന്നോ എല്ലാവരും? ഏട്ടൻ അവിടെ വീട്ടിലുണ്ട്. ഇന്ന് കല്യാണമായതുകൊണ്ട്. കല്യാണമായിരുന്നോ? അതവൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് പറയാഞ്ഞതാകും. വാ, വിശക്കുന്നില്ലേ നിനക്ക്? ചെറിയമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നിച്ച് കഴിക്കാം. ദേവൻ ചെല്ലുമ്പോൾ പാർവതി മോനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഒപ്പം ബാലചന്ദ്രനും. അവനെ കണ്ടതും അയാളുടെ മുഖം മുറുകി. പാർവതി വേഗം അച്ഛൻ്റെ കൈ പിടിച്ചു. അച്ഛൻ എവിടെ? ഡോക്ടറെ വിളിച്ചിട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ശിവശങ്കർ വന്നിരുന്നു. ദേവാ, എപ്പോൾ എത്തി? വന്നേ ഉള്ളൂ അച്ഛാ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 12 മണിക്കൂർ കഴിയട്ടെ എന്ന്. അതുവരെ ICUയിൽ കിടക്കട്ടെ. ഇവിടെ ഞാൻ നിന്നോളാം. റൂം എടുത്തിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിൽ റൂമിലേക്ക് മാറ്റുമ്പോൾ ചെറിയമ്മയോട് വരാൻ പറയാം. അങ്ങനെ ചെയ്യാം. അച്ഛൻ ചായ വാങ്ങി വരട്ടെ? വേണ്ട, ക്യാൻറ്റീനിൽ പോയി കുടിക്കാം. പാർവതി വീട്ടിൽ പോയിക്കോ. മോൾ അവിടെ നിന്നിട്ട് എന്തിനാ? ബാലനും പോയിക്കോ. അച്ഛൻ ഇവിടെ തനിച്ച്. ഇവിടെ ആരും നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ വെറുതെ? എന്നാൽ ശരി അളിയാ. പാറു, പോകാം മോളെ. ഒന്നിച്ചു പോകാം അങ്കിൾ. ബാലചന്ദ്രൻ അവനെയൊന്ന് നോക്കി. കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്നിച്ചു പോകുന്നതാണ് നല്ലത്. എന്നാ അങ്ങനെ പോയിക്കോ. അവർ പോകാനായി ഇറങ്ങി. വണ്ടി റോഡിലേക്ക് ഇറങ്ങും വരെ അവർ നിശബ്ദരായിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? ബാലചന്ദ്രൻ ചോദിച്ചപ്പോൾ ചിരിച്ചു പോയിരുന്നു അവനും. എന്താ പാർവതിയുടെ ഉദ്ദേശം? അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയാണ് കിടക്കുന്നത്. അവൾ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന ബാഗിൽ ഞാൻ അയച്ച ഡിവോഴ്സ് നോട്ടീസും ഇരിക്കുന്നുണ്ടാകും. നിനക്ക് അങ്ങനെ ഇത്രയ്ക്ക് ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നു? ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ പോരെ അങ്കിൾ? എല്ലാം അവളുമായി ഞാൻ മുന്നേ സംസാരിച്ച് വെച്ചതാണ്. എല്ലാം അവൾക്കറിയാം. എന്നിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാതെ നിൽക്കുന്നതും അവളാണ്. അവൾ പിന്നെ ഇത്തിരിയില്ലാതെ ഈ കുട്ടിയെ കൊണ്ട് എന്തു ചെയ്യും ദേവാ? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അവളോട് ചോദിക്ക്. അവളല്ലേ അതിൻ്റെ ഉത്തരവാദി. നിന്റെ അമ്മ എനിക്ക് വാക്ക് തന്നതാണ്, ഒരു കാരണവശാലും ഡിവോഴ്സ് നടത്തില്ല എന്ന്. അതിനുശേഷമാണ് അവർ കാൽ തെന്നി വഴുതി വീണത്. വീണത് തന്നെയാണോ അതോ തട്ടിയിട്ടതോ? ഒരു നിമിഷം ബാലചന്ദ്രൻ വിളറിപ്പോയിരുന്നു. അതെ, അതെന്താ നീ അങ്ങനെ പറയുന്നേ? ഒന്നുമില്ല അങ്കിൾ. അവിടെ മുകളിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കണം. എന്നിട്ട് വേണം അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ശരിക്കറിയാൻ. പാർവതി വിറച്ചുപോയി. എങ്ങാനും അത് പോയി നോക്കിയാൽ അച്ഛൻ അവരുടെ തലയ്ക്കടിക്കുന്നത് കൃത്യമായി കാണും. നാളെ തന്നെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിടണം. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും വരണ്ടല്ലോ. പാർവതി ഭയത്തോടെ അച്ഛൻ്റെ കൈ പിടിച്ചു. അയാൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നിപ്പോയി അവൾക്ക്. പിന്നെ വീടെത്തും വരെ അവൾ ഒന്നും പറഞ്ഞില്ല. കാർ നിർത്തിയ ഉടനെ അവൾ ഇറങ്ങുകയും ചെയ്തു. ദേവൻ ഒരു ചിരിയോടെ പതിയെ ഇറങ്ങി. വാതിൽ തുറന്ന് കിടപ്പുണ്ട്. പതിവില്ലാത്തതാണ്. കാറിൻ്റെ ശബ്ദം കേട്ട ഉടനെ ഒരു പെൺകുട്ടി ഓടി പുറത്തേക്ക് വന്നു. അച്ഛാ! പാർവതി വിറച്ചു പോയിരുന്നു. മഴക്കുട്ടി! അവൻ അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ഉറങ്ങിയില്ലേ ഇതുവരെ? അച്ഛനെ കാത്തിരുന്നതാ. അച്ഛമ്മയെ കണ്ടോ അച്ഛാ? ഇല്ലടാ, ഇപ്പോൾ കാണാൻ പറ്റില്ല. 2 ദിവസം കൂടെ കഴിയണം. അങ്ങനെ സംസാരിച്ച് അകത്തേക്ക് കയറിയവനെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അതിനേക്കാൾ വിറച്ചു പോയിരുന്നു അകത്ത് നിന്ന് ആർദ്ര വന്ന് അവർക്കൊപ്പം നിന്നപ്പോൾ. അവളുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും പാർവതി നോക്കി നിന്നു. എല്ലാം കണ്ട് പല്ല് കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ബാലചന്ദ്രനും. ഇവൾ ഇതാരാ? ചന്ദ്രശേഖരൻ്റെ ചോദ്യം കേട്ട് ആർദ്ര തിരിഞ്ഞു നോക്കി. ഇതെൻ്റെ ഭാര്യയാണ്. ഇതെൻ്റെ മകൾ മഴപ്പെണ്ണ്. അപ്പോൾ ഇതാരാ? അയാൾ പാർവതിയുടെ കയ്യിൽ പിടിച്ച് അവന് നേർക്ക് നിർത്തി. ഇതാരാ നിന്റെ? അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. ഒരുവളുടെ താലി അറുത്തിട്ട് വേണോടി നിനക്ക് കെട്ടുമുറക്കാൻ? ആർദ്ര ഭയത്തോടെ 2 അടി പിന്നിലേക്ക് വെച്ചു. ഏയ്! ജയദേവൻ കൈയുയർത്തി തടഞ്ഞുകൊണ്ട് അയാൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. സംസാരമൊക്കെ എന്നോട്. അവളോട് സംസാരിക്കാൻ മാത്രം യോഗ്യതയൊന്നും ഇവിടെ ആർക്കുമില്ല. അയാൾ അവനെ കനപ്പിച്ചു നോക്കി. പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ട് മറുപടിയില്ലാതെ നിന്നതൊന്നും അല്ല ഞാൻ. ഇവളുടെ തിരുവായൊന്ന് തുറക്കുമോ എന്നറിയാൻ കാത്തുനിന്നതാണ്. ഇല്ലെന്ന് മനസ്സിലായി. എന്നാ കേട്ടോ, ഞങ്ങൾ തമ്മിൽ ഡീൽ എല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്ത് 5 വർഷം മുന്നേ തന്നെ ആ താലി അവൾ എനിക്ക് അഴിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയല്ല. അത് ദേ ഇവിടെ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടപ്പുണ്ട്. ബാലചന്ദ്രൻ തെല്ലൊരു അമ്പരപ്പോടെ പാർവതിയെ നോക്കി. അവളുടെ തല കുനിഞ്ഞു പോയിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ്റെ കൈ പിടിച്ച് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവളെ ജയദേവൻ വിളിച്ചു നിർത്തി. ഒന്ന് നിന്നേ. അവൾ നിന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ കാണും. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയ്ക്കും അറിയാം എന്ന ഓർമ്മ പാർവതിക്കുള്ളത് നല്ലതാണ് കേട്ടോ. അവൾ മറുപടി പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. അച്ഛാ! അച്ഛൻ്റെ കുഞ്ഞ് പേടിച്ചോ? പേടിക്കണ്ടാട്ടോ, ഇതൊക്കെ അച്ഛൻ്റെ നമ്പറല്ലേ. അതാരാ അച്ഛാ? അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയും കുട്ടിയുമാണ്. അവരെന്തിനാ അച്ഛനോട് വഴക്കിട്ടെ? വെറുതെ. ഫ്രണ്ടിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ടാ വഴക്കിട്ടെ. എൻ്റെ മഴപ്പെണ്ണിന് വിശക്കുന്നില്ലേ? കഴിച്ചാലോ? നിറഞ്ഞ മിഴികളുമായി ഒരുത്തി നിൽക്കുന്നത് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. എൻ്റെ ആരു നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വന്നത് മിണ്ടുന്നതിനും തൊടുന്നതിനും കരയാൻ നിൽക്കരുത് എന്ന്? സോറി. അവൾ കണ്ണുകൾ തുടച്ചു. നീ വന്നേ, വിശക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ജയ്? 12 മണിക്കൂർ കഴിഞ്ഞേ എന്തേലും പറയാൻ പറ്റൂ. ഇപ്പോൾ തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ല. ബോധം വീണിട്ടില്ല. ചെറിയമ്മ കൂടെ ഇരിക്കെ. അവർ കഴിച്ചില്ലല്ലോ മോനെ. അത് കഴിഞ്ഞിട്ടിരിക്കാം. അമ്മയെ റൂമിലേക്ക് മാറ്റുമ്പോൾ ചെറിയമ്മ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛൻ. നിൽക്കാം. വേറെ ആരാ ഉള്ളത്? ഒരു മകളുള്ളത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവളെ അറിയിച്ചിരുന്നു.
പിന്നെ അറിയിക്കാതെ അവൾ നാളെ എത്തും ചെറിയമ്മേ. എന്തേ, മോൻ വിളിച്ചായിരുന്നോ? ഇല്ല, ആർദ്ര വന്ന കാര്യം പാർവതി വിളിച്ച് പറഞ്ഞോളും. അവൾ അപ്പോൾ എത്തി എന്ന് ചോദിച്ചാൽ മതി. ആർദ്ര അവനെ ഭയത്തോടെ നോക്കി. എന്തേ, അവൾക്ക് പണ്ടേ എന്നെ ഇഷ്ടമല്ല. വേണ്ട, പഴയ ആർദ്രയല്ല, ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നീ തളർന്നാൽ ഞാനും കൂടെ തോറ്റുപോകും. അവൾ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. മോൾ ഉറങ്ങിയോ? അവളുടെ നനഞ്ഞ മുടിയിലേക്ക് അവൻ മുഖം അമർത്തി. ജയ് ജയ് ജയിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് ഞാനിനി കരയില്ല, പോരെ? പോരാ, അവരുടെ ചോദ്യങ്ങൾക്ക് നല്ല മറുപടിയും കൊടുക്കണം. ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് എന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അവൾ ചിരിയോടെ അവനെ നോക്കി. സെറ്റുമുണ്ടും പാലും ഒക്കെയായി വരേണ്ടതാണ്. എല്ലാം സ്വപ്നം കാണാനാണ് വിധി. അവളൊന്ന് കണ്ണുരുട്ടി. എന്നിട്ട് വേഗം താഴേക്കിറങ്ങിപ്പോയി. എങ്ങോട്ടാടി? മറുപടി നൽകിയില്ല. അവൻ ചിരിയോടെ അവൾ പോയ വഴി നോക്കി നിന്നു. പാലെടുക്കാൻ പോയതാണോ ഇനി? അവനൊന്ന് ചിരിച്ചിട്ട് ബാത്റൂമിൽ കയറി. ഇറങ്ങുമ്പോൾ ആർദ്ര ഒരു സെറ്റുമുണ്ടൊക്കെ ചുറ്റി നിൽപ്പുണ്ടായിരുന്നു. ആ, എൻ്റെ പെണ്ണ് പാലെടുക്കാൻ പോയതാണോ? പറയണ്ടേ? ജയുടെ സ്വപ്നമൊന്നും വെറുതെ ആക്കണ്ട എന്ന് തോന്നി. അവനൊരു മുണ്ടെടുത്ത് ചുറ്റി വന്നു. പാലെടുത്ത് കുടിച്ചിട്ട് പാതി അവൾക്ക് നേരെ നീട്ടി. നിന്റെ സന്തോഷവും സങ്കടവും വേദനയും വിഷമവും എല്ലാം ഇതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ. അവൾ ഗ്ലാസ് വീഴാതെ അറ്റത്തേക്ക് നീക്കി വെച്ചു. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ, നല്ല ഭംഗി. വയറിലൂടെ ചുറ്റി തന്നോട് ചേർത്ത് ആ മുടി നനവിലേക്ക് മുഖം അമർത്തി. കഴുത്തിൽ പതിയെ ഉമ്മ വെച്ചു. എത്ര വർഷമായെന്നറിയോ നിനക്ക്? നിന്നെ മാത്രം ഓർത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് വിഷമിച്ച് വേദനിച്ച് നടന്ന എത്ര വർഷങ്ങൾ. ജയ്, അവൾ അവനെ തിരിഞ്ഞു നോക്കി. അതെല്ലാം പലിശ ചേർത്ത് തരണം എനിക്ക് ഇപ്പോൾ. അവൾ എന്തേലും പറയും മുന്നേ കഴുത്തിൽ അമർത്തി കടിച്ചവൻ. ജയ്, മുഖമാകെ ചുണ്ടുകൾ പതിഞ്ഞ് ചുണ്ടുകൾ ഏറെ നേരം വിശ്രമിച്ചു. ആരു ആ വിളിയോടെ താഴെ ബെഡിലേക്ക് ചാഞ്ഞു. ആർദ്ര അങ്ങനെ കിടന്നു. ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു നിന്നു. എത്ര ആഗ്രഹിച്ചതാണ് ഈ താലി. അവസാനം ഇത് കഴുത്തിലിട്ട് തന്നെ ജയുടെ മാത്രമാകാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല. ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഡി കള്ളി, ചിരിക്കാണല്ലേ? ഞാൻ കരുതി കരയാവുമെന്ന്. ജയ്, മിണ്ടിപ്പോകരുത്, എനിക്ക് നല്ല വേദനയുണ്ട്. എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? മാറിൽ പതിഞ്ഞ പല്ലിൻ്റെ പാടുകൾ തൊടുമ്പോഴേ വേദന കൊണ്ട് കണ്ണു നിറഞ്ഞു അവൾക്ക്. സോറി, 5 വർഷം, അതിൻ്റെ ഒരു വെപ്രാളം. ഇത്രയും നോവുമെന്ന് കരുതിയില്ല. സോറി. അവളൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. പക്ഷേ ഉണ്ടല്ലോ, കൊതി മാറിയില്ല എനിക്ക്. എന്താ? അവളെ തനിക്ക് നേരെ തിരിച്ച് ചുണ്ടുകൾ നുകർന്നു അവൻ. അമ്മ. ഒരു നിമിഷം കയ്യിൽ കിട്ടിയ നൈറ്റി മാത്രം എടുത്തിട്ട് കൊണ്ട് ബെഡിലേക്ക് കയറിയിരുന്നു. അമ്മ ഉണ്ടടാ, ഇവിടെയുണ്ട്, ഉറങ്ങിക്കോ. പതിയെ ഒന്ന് തട്ടിക്കൊടുത്തു അവൾ. ചുമരിനോട് ചേർന്ന് അങ്ങനെ ഉറങ്ങി. മോൾ ഉറങ്ങിയോ? പതിയെയാണ് ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. എന്തേ? ഇനി എന്നെ ഉറക്കിത്താ. വേണേൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയാൽ മതി. കാട്ടിക്കൂട്ടിയതൊന്നും പോരാ. ഏട്ടനെ കൊതിയായിട്ടല്ലേ? ഒന്ന് വാടി പ്ലീസ്. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൾ ബെഡിൽ തന്നെയായിരുന്നു. അവൻ താഴെയും. എന്തേ? എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. മോൾ ഉറങ്ങിയില്ലേ? നീ എന്നെ ജയ്യെന്ന് വിളിക്കണ്ട. പിന്നെ ദേവേട്ട ഒന്ന് വിളിച്ചേ. എന്തിനാ ജയ്? വിളിക്കേ. ദേവേട്ട. നീ എന്നെ ദേവേട്ട എന്ന് വിളിക്കുമ്പോൾ ഒരു ഫീല്. എന്ത് ഫീല്? വാ, രഹസ്യമായി പറഞ്ഞു തരാം. ആ നൈറ്റി ഊരിക്കളഞ്ഞ് നിറഞ്ഞ മാറിലേക്ക് അവൻ മുഖം ചേർത്തു. ചെറിയമ്മേ, ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ നോക്കിക്കോളാം ദേവാ. ഓഫീസിൽ പോണം. ഹോസ്പിറ്റലിൽ കൂടെ കയറിയിട്ടേ തിരികെ വരൂ. ദേവേട്ട. അവൻ ചിരിയോടെ തിരിഞ്ഞു നോക്കി. എന്താ ഒരു? ഇന്നലെ പറഞ്ഞില്ലേ ക്യാമറ നോക്കണമെന്ന്? നോക്കിയിരുന്നോ? ഇല്ല, സമയമുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ. അവളുടെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചിട്ട് അവൻ ഇറങ്ങി. അച്ഛാ, എനിക്കും. അവളെ വാരിയെടുത്ത് കവളിൽ 100 ഉമ്മകൾ നൽകി. പോയിട്ട് വരാം, നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. അമ്മയോട് വഴക്കുണ്ടാക്കരുത്. ഇല്ല, പോട്ടെ, ടാറ്റ. അവൻ കാറിൽ കയറിപ്പോയി. ആ ഉമ്മറത്ത് അറ്റത്തെ എല്ലാം കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ആദ്യം നിൽപ്പുണ്ടായിരുന്നു. പാർവതിക്ക് കണ്ണുകൾ നിറഞ്ഞു. ആർദ്ര, അവൾ വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ജീവിതം മുഴുവൻ ദേവേട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ കഴിയാമായിരുന്നു. അവൾ തീ പാർന്ന ഒരു നോട്ടം അവൾക്ക് നേരെ നീട്ടി. എന്താ? അവളുടെ നോട്ടം കണ്ട് ആർദ്ര പതിയെ ചോദിച്ചു. നീ എന്തിനാ തിരിച്ചു വന്നേ? നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കള്ളക്കഥയുമായി ഈ ജീവിതം മുഴുവൻ നിനക്ക് സുഖമായി കഴിയാമായിരുന്നു അല്ലേ? അതേടി, ഇനിയിപ്പോൾ നിന്നെ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. ആർദ്രയുടെ മിഴികൾ ഒന്ന് തിളങ്ങി. നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യം കാത്തു വെച്ചിരുന്നു ഞാൻ. മക്കൾ കേൾക്കണ്ട, ഇങ്ങ് വന്നേ. അവൾ മക്കളെ നോക്കി.
മഴക്കുട്ടി ആദിയുടെ കൂടെ കളിച്ചോ, അമ്മ ഇപ്പോൾ വരാം. ശരി അമ്മേ. ആർദ്രയ്ക്കൊപ്പം പിറകിലെ ഇറയത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു അവൾക്ക്. എന്താ ചോദിക്കാനുള്ളത് നിനക്ക്? അത് ദേവേട്ടൻ താലി കെട്ടാൻ തയ്യാറായിട്ടും നീ എന്തിനാ നിന്റെ കാമുകൻ്റെ കൂടെ പോയത്? അതെന്തിനാ നീ അറിയുന്നേ? പറ. ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് വേണം. പറ. എനിക്ക് തോന്നിയിട്ട്. എന്നെങ്കിലും ഈ കഴുത്തിൽ ദേവേട്ടൻ അധികാരം കാണിക്കുമ്പോൾ അത് അയാളുടെ കുഞ്ഞല്ല എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടെന്തേ ഇപ്പം അത് പറയാത്തത്? അവൾ മിണ്ടിയില്ല. കാരണം ഞാൻ പറയട്ടെ. അവൾ ആർദ്രയെ ഉറ്റുനോക്കി. എന്നെങ്കിലും ദേവേട്ടൻ്റെ ഭാര്യയായി നിന്നെ അംഗീകരിക്കുമെന്നും ഭാര്യാഭർത്താവായി ജീവിക്കാൻ കഴിയുമെന്നും നീ കരുതിയിരുന്നു അല്ലേ? അങ്ങനെയൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നീ വിചാരിച്ച പോലെ ഒരു ലൈഫ് കിട്ടിയതുമില്ല. പിന്നെ നിന്റെ കാമുകൻ്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞും കാണും. അതോടെ സകല പ്ലാനും തെറ്റിയല്ലേ? എൻ്റെ കാമുകൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് നിനക്കെങ്ങനെ അറിയാം? അറിയാം. അയാൾക്കൊപ്പമായിരുന്നു കഴിഞ്ഞ 5 വർഷം ഞാൻ. പാർവതി ഒന്ന് ഞെട്ടി. ആരുടെ കൂടെ? നിന്റെ കാമുകൻ്റെ കൂടെ. അവരുടെ ഓഫീസിൽ PA ആയിരുന്നു ഞാൻ. എന്നിട്ടും എഡ്വിൻ എന്നൊരു വാക്ക് മിണ്ടാൻ ധൈര്യമില്ലാതെ നിൽക്കുന്നവളെ കണ്ട് ആർദ്രയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ഞാൻ പറയട്ടെ ആദിയോട്, നിന്റെ അച്ഛ ദേവേട്ടനല്ല എന്ന്? വേണ്ട. വേണം. എത്രയും വേഗം അവനെ അതറിയിച്ചേ പറ്റൂ. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. വേഗം 2 ദിവസം, 2 ദിവസം അതിനുള്ളിൽ പറഞ്ഞേക്കണം, കേട്ടല്ലോ? അവളുടെ ശബ്ദത്തിലെ മുറുക്കം പാർവതിയെ തെല്ലൊന്നു ഉലച്ചിരുന്നു. എങ്ങനെ പറയും ഞാൻ ഇത്രയും നാൾ അച്ഛൻ എന്ന് വിളിച്ചത് തൻ്റെ അച്ഛനല്ലെന്ന്? വയ്യ. അതിനേക്കാൾ നല്ലതല്ലേ ദേവനെ അച്ഛനെന്ന് വിളിക്കാൻ ഒരാൾ മതിയെന്ന് തീരുമാനിക്കുന്നത്? അതെന്തായാലും ആദിനാഥ് ആയാൽ മതി. ഡോക്ടർ അമ്മയെ കണ്ടിറങ്ങുന്ന നേരത്താണ് ദേവൻ എത്തിയത്. ആ ദേവ, അച്ഛനെയും കൂട്ടി വരൂ. യെസ് ഡോക്ടർ. അവൻ അച്ഛനെ നോക്കി. അച്ഛാ വാ, എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. എന്നിട്ടും അയാളുടെ ഉള്ളു വിറച്ചിരുന്നു. ഇക്കാലം വരെ തനിക്കൊപ്പം നിന്നവളാണ്. ഇതിപ്പോൾ തലയുടെ പിറകുവശം എവിടെയോ അടിച്ചു കൊണ്ടിട്ടുണ്ട്. അധികം ആഴത്തിലല്ല, പക്ഷേ ആളിനി എഴുന്നേൽക്കാനോ സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്. ഡോക്ടർ, കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒളിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? വേറെ ഹോസ്പിറ്റലിൽ പോയാൽ? ഇവിടുത്തെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ തൽക്കാലം അതൊന്നും പോസിബിൾ അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദേവൻ? മനസ്സിലായി ഡോക്ടർ. നാളെ തന്നെ റൂമിലേക്ക് മാറ്റാം. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. അവർ എഴുന്നേറ്റു. ചെറിയമ്മയോട് നാളെ വരാൻ പറയാം അല്ലേ അച്ഛാ? എന്ത് പറ്റി അച്ഛാ? അവളിനി എഴുന്നേൽക്കില്ലേ അവിടെ നിന്ന്? അറിയില്ല അച്ഛാ, വിധി പോലെ വരട്ടെ. ഒന്നും മൂളിയതല്ലാതെ അയാൾ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ അച്ഛനോട് ആർദ്രയെക്കുറിച്ച് പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ആദ്യം അച്ഛനൊന്ന് ഓക്കെ ആവട്ടെ. പക്ഷേ അധികം സമയമെടുക്കാനുമില്ല. അവൻ നെറ്റിക്ക് വിരൽ വെച്ച് നിന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആർദ്ര മുഖമുയർത്തിയൊന്ന് നോക്കി. പാർവതി എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ട് അവൾ തന്നെ വാതിൽ തുറന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് ഞെട്ടി എന്നതാണ് സത്യം. ജിയ. അവൾ ആർദ്രയെ ഒന്ന് കനപ്പിച്ചു നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. ഏട്ടത്തി. അവൾ പാർവതിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആരാണെന്ന് നോക്കാൻ വന്ന ചെറിയമ്മ ആർദ്രയെ ഒന്ന് നോക്കി. സാരമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു. സുഖമല്ലേ ഏട്ടത്തി? ഓ, നമ്മുടെ സുഖമൊക്കെ പോയി കിടക്കുവാണ്. അതെന്ത് പറ്റി? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ് എനിക്ക്? പാർവതി കരഞ്ഞു തുടങ്ങി. നിന്റെ ഏട്ടൻ കെട്ടിയ പെണ്ണാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാ ഇവളെ. അപ്പോൾ ഞാനാരാ ജിയ? അവൾ ആർദ്രയൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ട വെറുപ്പ്. നാണമില്ലാതെ നീ ഇങ്ങോട്ട് തന്നെ വന്നു അല്ലേ? അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നീ എൻ്റെ ഏട്ടൻ്റെ പിറകെയാണെന്ന്. അമ്മയ്ക്കും വെറുപ്പാണ് നിന്നെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കരയരുത് എന്ന് പറഞ്ഞതാണ് ദേവൻ. പക്ഷേ ശബ്ദമുയർന്നതിനാൽ ആവണം മഴ ഓടി വന്നു ആർദ്രയെ കെട്ടിപ്പിടിച്ചു. എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? അവളെ ഒന്നുകൂടി ചേർത്തി പിടിച്ചതല്ലാതെ ആർദ്ര മറുപടി പറഞ്ഞില്ല. ജിയയുടെ മകൻ ആരവ് അവളെ നോക്കി. പാവം, അമ്മയുടെ ശബ്ദം കേട്ട് പേടിച്ചു. ആദിയും അവിടെ പേടിച്ചു വിറച്ച് നിൽപ്പുണ്ട്. ജിയ ആദിക്ക് നേരെ തിരിഞ്ഞു. വാ ആദി, അപ്പച്ചിയാണ് നിന്റെ. അവൻ അനങ്ങിയില്ല. ചെല്ലാതി എന്ന് പാർവതി പറഞ്ഞപ്പോൾ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. അവനെ വാരിയെടുത്തതും കൊഞ്ചിക്കുന്നതും മഴ നോക്കി നിന്നു. ആർദ്ര, മോളെയും കൊണ്ട് മുറിയിലേക്ക് പൊയ്ക്കോ മോളെ. ചെറിയമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ആശ്വാസം തോന്നി. മഴയെ കൂട്ടി മുകളിലേക്ക് നടന്നു. ചെറിയമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തേ, കണ്ടില്ലേ നീ? ഇല്ല, കാണില്ല. ചെറിയമ്മ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഏട്ടൻ ഇവളെ കൊണ്ടുവരുമ്പോൾ? ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ എതിർക്കാഞ്ഞത്?
കെട്ടിച്ചു വിട്ടവനെ വേണ്ടെന്ന് വെച്ച് പണ്ട് പ്രേമിച്ച ഒരുത്തൻ്റെ കൂടെ നീ പോകുമ്പോൾ ഇവൻ നിന്റെ വയറ്റിലുണ്ടായിരുന്നില്ലേ ജിയെ? അവൾ ഒരു പതർച്ചയോടെ അവരെ നോക്കി. അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ആ നിനക്ക് എന്തവകാശമുണ്ട് ഈ ചോദ്യം ചോദിക്കാൻ? അവൾ മിണ്ടിയില്ല. വന്നിട്ട് അമ്മയൊന്ന് കാണാൻ പോവാനൊന്നും തോന്നിയില്ലല്ലോ. അത് തന്നെ നല്ലത്. അല്ലെങ്കിലും സോറി ചെറിയമ്മേ, ഞാൻ ഇപ്പോൾ പോകാം. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി പോകണ്ട. നാളെ ഞാൻ അങ്ങോട്ട് പോകും രാവിലെ. പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ വരൂ. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. എങ്കിലും പാർവതിയുടെ മനസ്സ് തുള്ളിച്ചാടി. ഇനി ഇതുപോലെയൊരു അവസരം കിട്ടില്ല. മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലുകൾ ആ നിമിഷം അവൾ നടത്തിയിരുന്നു. വൈകിട്ട് ദേവൻ വരുമ്പോൾ ജിയയെ കണ്ട് ഒന്ന് നിന്നു. നീ എപ്പോൾ വന്നു? ഉച്ചയ്ക്ക്. എന്തേ ഹോസ്പിറ്റലിൽ വരാഞ്ഞത്? ചെറിയമ്മ പറഞ്ഞു നാളെ റൂമിലേക്ക് മാറ്റുമെന്ന്. അവനൊന്ന് ചുറ്റും നോക്കി. തിരയുന്ന ആളെ കാണാനില്ല. അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ പോക്ക് കണ്ട് പാർവതി കരഞ്ഞു. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ ഇനി എങ്ങനെ കഴിയും ഞാൻ? നീയൊന്ന് ആലോചിച്ച് നോക്ക്. നീയാണ് ഏട്ടൻ്റെ പെണ്ണ്, അങ്ങനെ കഴിയണം. പറ്റില്ലേ ജിയ. ഏട്ടൻ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവളൊന്ന് ഞെട്ടി. സത്യമാണോ? അവൾ മുകളിലേക്ക് നോക്കി. ഒന്നുകൂടെ പല്ല് കടിച്ചു. അച്ഛേ. വാതിൽ തുറന്നു. അപ്പോൾ തന്നെ മഴ ഓടി വന്നു. ഇതെന്താ ഇവിടെ തന്നെ ഇരുന്നേ? അമ്മ കരഞ്ഞു അച്ഛാ. ആണോ? എന്തിനാ? താഴെ വന്ന ആൻറ്റി അമ്മയെ വഴക്ക് പറഞ്ഞു. ആണോ? അത് കൊള്ളാലോ. അച്ഛനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ചോദിക്കാൻ പോകാം, പോരെ? നല്ല കുട്ടി. അവിടെ കവളിൽ വീണ്ടും ഉമ്മ വെച്ച് അവൻ എഴുന്നേറ്റു. ആരു? ദേവേട്ട. അവൻ്റെ നെഞ്ചിലേക്ക് അങ്ങനെ മുഖം ചേർത്ത് കരഞ്ഞു അവൾ. എന്താടാ ഇത്? സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോയിട്ട്. എന്നെ കൊണ്ട് പറ്റില്ലേട്ടാ. അത്രയ്ക്ക് വെറുപ്പാണ് എന്നോട്. അത് അവൾക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ലേ. സത്യം അറിയുമ്പോൾ അവൾക്ക് വെറുപ്പൊന്നും കാണില്ല. എൻ്റെ ആരു വന്ന് മുഖമൊക്കെ കഴുകിയിരിക്കെ, എനിക്ക് വിശക്കുന്നുണ്ട്. മോളെയൊന്ന് തലയെത്തിച്ച് നോക്കിയിട്ട് ആർദ്രയെ വാരി പൊതിഞ്ഞ് ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. വേഗം വരാം, കരയരുത്. ഞാനില്ലേ നിനക്ക്? ഇപ്പോൾ വരാം. ചന്ദ്രശേഖരൻ അവളെയൊന്ന് നോക്കി. അതിനാ നീ കിടന്ന് കരയുന്നത് പാർവതി? അവൾക്ക് എല്ലാം അറിയാം അച്ഛ. എല്ലാം എന്ന് വെച്ചാൽ 2 ദിവസമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനുള്ളിൽ സത്യം പറയണം, ഇല്ലെങ്കിൽ ആദിയോട് അവൾ തന്നെ പറയുമെന്ന്. അങ്ങനെ പറഞ്ഞോ? സത്യമെന്ന് പറഞ്ഞാൽ അത് എഡ്വിൻ്റെ കുഞ്ഞാണെന്ന് അവൾക്കറിയാം അച്ഛ. അയാൾ നെറ്റിയിലൊന്നൊഴിഞ്ഞു. 2 ദിവസം. ചെറിയമ്മ എന്നാണ് ഹോസ്പിറ്റലിൽ പോകുന്നേ? നാളെ പോകുമെന്ന അച്ഛാ പറഞ്ഞേ. മതി. അവരും കൂടെ പോയാൽ പിന്നെ ഇവിടെ നമ്മൾ അല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ ഏറ്റു. നീ പേടിക്കണ്ട. ദേവനെ അച്ഛ എന്ന് വിളിക്കാൻ ആദ്യം മാത്രമേ ഉണ്ടാകൂ. അച്ഛ, ധൈര്യമായി ഇരിക്കെ. നിനക്ക് ഞാൻ തരുന്ന വാക്കാണ്. അവൾ അയാളുടെ കൈ പിടിച്ചു. അച്ഛ. താഴെ നിന്ന് ജിയെ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഏട്ടത്തി, കഴിക്കാൻ വാ. അയാളത് ശ്രദ്ധിച്ചു. നീ വാ, കഴിക്കാം. ഇതെന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അത് ഓർക്കണ്ട. 2 ദിവസമല്ലേ. ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഒന്ന് പുച്ഛത്തോടെ ആർദ്രയെ നോക്കിയിട്ട് അയാൾ ഇരുന്നു. ഇറങ്ങാം ചെറിയമ്മേ. അവർ കവറുമായി ഇറങ്ങി. പോയിട്ട് വരാം മോളെ. ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. അവളൊന്ന് മൂളി, അത്രമാത്രം. ദേവൻ അവളെ ചേർത്ത് നിർത്തി. പേടിക്കണ്ട കേട്ടോ ദേവേട്ട. അവനൊന്ന് കണ്ണു ചിമ്മി. പിന്നെ ബാക്കിയുള്ളവരെ നോക്കി. എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ സുരക്ഷിതരായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതോർത്ത് വിഷമിക്കേണ്ട കേട്ടല്ലോ. അവരോട് എന്നാൽ എല്ലാവരോടും എന്ന മട്ടിൽ പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. അവർ പോയപ്പോൾ ചന്ദ്രശേഖരൻ ഓഫീസിലേക്കായി ഇറങ്ങി. പാർവതി മുകളിലേക്കും. ആർദ്ര അടുക്കളയിലേക്ക് നടന്നു. ജോലിക്കാരി വന്നിട്ടുണ്ട്. അവരോടൊന്ന് ചിരിച്ചു കാണിച്ചു. എന്തോ ആ നിമിഷം അവൾക്ക് ശാരദയെ ഓർമ്മ വന്നു. അവരെ കാണണമെന്ന് തോന്നി. അമ്മേ, ഞാൻ ഏട്ടൻ്റെ കൂടെ കളിക്കട്ടെ? അവൾ ആരവിനെ ഒന്ന് നോക്കി. അവൻ ചിരിയോടെ അവളെ നോക്കി. ശരി, വേറെ എങ്ങും പോകരുത്. ഇല്ല. മഴ സന്തോഷത്തോടെ കളിക്കാൻ അവർക്കൊപ്പം പോയി. ആർദ്ര ഫോണെടുത്ത് എഡ്വിനെ വിളിച്ചു. എന്താണ് പെണ്ണെ, പോയിട്ട് വിവരമൊന്നും ഇല്ലല്ലോ? മറുപടിയായി കിട്ടിയത് ഒരു കരച്ചിലാണ്. ആരുമോളെ, എന്താടാ? അവൾ അവിടെ ഉണ്ടായതൊക്കെ പറഞ്ഞു. അത് ശരി, ആൻറ്റി വന്നിട്ടില്ലേ? ഇല്ല, ഇനി 5 ദിവസം കൂടെ കിടക്കണമെന്നാ പറഞ്ഞ്. അവൾ കണ്ണു തുടച്ചു. നീ സ്ട്രോങ് ആയി നിൽക്കണം. അവനാകെ തളർന്നാണ് നിൽപ്പ്. നീ കൂടി തളരരുത്. ഇല്ല ഏട്ടാ, ഒന്ന് പതറി എന്നുള്ളത് നേരാണ്. പക്ഷേ ഇല്ല ഏട്ടാ, വിട്ടുകൊടുക്കില്ല ഞാൻ. എൻ്റെ അപ്പു ഉണ്ടാകും എനിക്കൊപ്പം. അവൻ പെട്ടെന്ന് നിശബ്ദനായി. സോറി ഏട്ടാ. സാരല്ലേടി. അല്ലെങ്കിലും അവളെ ഓർക്കാതെ ഒരു ദിവസം പോലും എനിക്കില്ല. സോറി ഏട്ടാ. എൻ്റെ എക്സ് എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞേ.
ഏട്ടനെ പ്രേമിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലല്ലോ ഇവൾക്ക്. പിന്നെ എന്ത് കണ്ടിട്ട് ഏട്ടാ പ്രേമിച്ചേ? അപ്പോൾ നമുക്ക് കണ്ണ് കാണില്ല എന്ന് കേട്ടിട്ടില്ലേ? ഉവ്വ. അതെ, അല്ലെങ്കിൽ ജയദേവനെ നോക്ക്, നിന്നെ കയറി പ്രേമിച്ചില്ലേ? ദേ ഏട്ടാ. അവൾ എന്തോ പറയാൻ വന്നതായിരുന്നു. ആൻറ്റി. ആരവിൻ്റെ ശബ്ദം. എന്താ ആരവ്? അത് ആൻറ്റി, മഴയെ കാണാനില്ല. എന്ത്? ഞങ്ങൾ കണ്ണുപൊത്തി കളിക്കുമായിരുന്നു. ഒളിച്ചിരിക്കാൻ പോയിട്ട് അവൾ തിരികെ വന്നില്ല. ഏ? കയ്യിൽ നിന്ന് ഫോൺ അങ്ങനെ ഊർന്ന് താഴേക്ക് വീണു. ഒപ്പം അവളും. ഫോണിലൂടെ അവസാനമായി കേട്ട കാര്യം അതൊരു ചോദ്യമായി എഡിനും തകർന്നിരുന്നു.